ഹായ് ഡിയേഴ്സ്, എല്ലാവരും ഹാപ്പി അല്ലേ? വെൽക്കം ടു അവർ ചാനൽ. ഈ വരുന്ന വെള്ളിയാഴ്ച, അതായത് ഡിസംബർ 13-ന് തൃക്കാർത്തികയാണ്. തിരുവാലത്തൂർ രണ്ടുമൂർത്തി ക്ഷേത്രത്തിലെ ഒരു വിശേഷപ്പെട്ട ഉത്സവമാണ് കാർത്തികോത്സവം. പാലക്കാടിനെ ഇത്ര ഭംഗിയുള്ളതാക്കുന്നത് ഈ നെൽപ്പാടങ്ങളാണ്. നടിയിൽ കഴിഞ്ഞ നെൽപ്പാടങ്ങൾ കാണാൻ എന്തൊരു ഭംഗിയാണ്! പാലക്കാടിൻ്റെ ഗ്രാമീണ ഭംഗി എടുത്തു പറയേണ്ട ഒന്നാണ്. ക്ഷേത്രത്തേക്കുള്ള വഴിയുടെ ഇരുവശവും പരന്നു കിടക്കുന്ന മനോഹരമായ നെൽപ്പാടങ്ങളാണ്. നമ്മളിപ്പോൾ അമ്പലത്തിന് അടുത്തെത്തി. അമ്പലത്തിൻ്റെ ഫ്രണ്ടിൽ ഒരു വലിയ കിണർ കാണാം. ഇതാണ് അമ്പലത്തിൻ്റെ എൻട്രൻസ്. നമുക്ക് ക്ഷേത്രത്തിനകത്തേക്ക് പ്രവേശിക്കാം. ഇവിടെ രണ്ട് പ്രതിഷ്ഠകളുണ്ട്: സ്വയംഭൂവായ അന്നപൂർണേശ്വരിയും മഹിഷാസുരമർദ്ദിനിയും. തൊട്ടടുത്ത് തന്നെ അർച്ചനാബിംബവുമുണ്ട്. കാർത്തിക വിളക്കിന് ഈ അമ്പലത്തിൻ്റെ ചുറ്റുമുള്ള ആയിരക്കണക്കിന് വിളക്കുകൾ ഒരുമിച്ച് കത്തിക്കും. ഇവിടെ വലിയ തൂണുകളോടുകൂടിയ മുഖമണ്ഡപവും കൊടിമരവും കാണാം. നാളത്തെ കഴിഞ്ഞ അടുത്ത ദിവസമാണ് തൃക്കാർത്തിക. ഇപ്പോൾ സമയം 5:15. തിരക്ക് തുടങ്ങിയിട്ടില്ല. കൊടിമരം നമുക്കൊന്ന് അടുത്തുനിന്ന് കണ്ടാലോ? അമ്പലത്തിൽ നിന്നും പുറത്തേക്ക് വരുന്ന വഴിയാണിത്. കുറച്ചുപേർ മാത്രമാണ് തൊഴുതിറങ്ങുന്നത്. ഇതേ വഴി കുറച്ചു കഴിഞ്ഞ് നമുക്ക് ഒന്നുകൂടി കാണാം. വടക്കേ നടയിൽ നിന്ന് ഇറങ്ങിയാൽ ശോകനാശിനി പുഴയിലെത്താം. കരിങ്കല്ലുകൾ പതിച്ചിട്ടുണ്ട് വഴിയിൽ. മനുഷ്യജീവിതത്തിലെ ശോകങ്ങളെ അകറ്റുന്ന ദേവിയുടെ സാന്നിധ്യമായിരിക്കാം ഈ പുഴയ്ക്ക് ശോകനാശിനി എന്ന പേര് വരാൻ കാരണം. ശോകനാശിനി തീരത്താണ് ഈ പ്രദേശം. മുൻപ് ഈ നദി ദേവിയുടെ ഇടതുഭാഗത്തു കൂടിയാണ് ഒഴുകിയിരുന്നതത്രേ. പിന്നീട് ദേവി അതിനെ ഗതിമാറ്റി വലതുവശത്തുകൂടി ഒഴുക്കിവിട്ടു. അങ്ങനെ ദേവിയുടെ വലതുവശത്തുകൂടി ഒഴുകുന്ന ആറ് ഇത്തിരി റെസ്പെക്റ്റോടെ തിരുവലത്ത് ആറായി. കാലങ്ങൾ കഴിഞ്ഞപ്പോൾ ആറ് ഊരായി. അങ്ങനെ ഈ പ്രദേശം തിരുവാലത്തൂരായി. ഭൂതഗണങ്ങൾ ഒരു രാത്രി കൊണ്ട് പണിത മതിലാണിത്. കിഴക്കേ നടിയുടെ പണി തീരുന്നതിന് മുൻപ് നേരം പുലർന്നു. അതുകൊണ്ട് അവർ പണി നിർത്തിപ്പോയി. പിന്നെ ഒരിക്കലും ഇതിൻ്റെ പണി പൂർത്തിയാക്കാൻ പറ്റിയിട്ടില്ല എന്നാണ് അവിടുത്തെ ഒരു നാട്ടുകാരൻ പറഞ്ഞറിഞ്ഞത്. തിരിച്ച് ഞങ്ങൾ വീണ്ടും അമ്പലത്തിലെത്തി. 6 മണി കഴിഞ്ഞതും കൽവിളക്കുകൾ തെളിയിച്ചു തുടങ്ങി. എല്ലാവരും ഭക്തിയോടെ അമ്മ മഹാമായയെ മനസ്സിൽ ധ്യാനിച്ച് പറ്റുന്നത്ര വിളക്കുകൾ തെളിയിച്ചു. ശേഷം അടുത്തു നിൽക്കുന്നവർക്കും അവസരം കൊടുക്കും. ഞാനും കുറച്ച് വിളക്കുകൾ തെളിയിച്ചു. മനസ്സിന് വല്ലാത്തൊരു തൃപ്തി. 10,000-കണക്കിന് വിളക്കുകൾ ഒന്നിച്ച് കത്തി നിൽക്കുന്നത് കാണാൻ എന്തൊരു ഭംഗിയാണ്! എത്ര നേരം അവിടെ അങ്ങനെ നിന്നു എന്നറിയില്ല. മനസ്സ് വളരെ ലോലമായതുപോലെ. ഈ ക്ഷേത്രത്തിൻ്റെ ഒരു പ്രത്യേകത ക്ഷേത്രത്തിന് ചുറ്റുമുള്ള കൽവിളക്കുകൾ തന്നെയാണ്. ആയിരക്കണക്കിന് കൽവിളക്കുകളുണ്ട് ഇവിടെ. കാർത്തിക വിളക്കുത്സവം ഇവിടുത്തെ ആണ്ടുത്സവമാണ്. ഇപ്പോൾ തൊഴുതിറങ്ങുന്നവരുടെ തിരക്കൊന്ന് നോക്കൂ. 10 ദിവസം ക്ഷേത്രകലകളും നിത്യം ആറാട്ട്, അന്നദാനം എന്നിവയുണ്ട് ഇവിടെ. ഇതാണ് ഈ ക്ഷേത്രത്തിൻ്റെ കൂത്തമ്പലം. ചാക്യാർ കൂത്തിനുപയോഗിക്കുന്ന വാദ്യോപകരണമാണ് മിഴാവ്. കേരളത്തിലെ ഏറ്റവും വലിയ മിഴാവ് ഈ ക്ഷേത്രത്തിൻ്റെ സ്വന്തമാണ്. ഈ ക്ഷേത്രം കാണേണ്ടതും അനുഭവിക്കേണ്ടതും അനുഗ്രഹം വാങ്ങേണ്ടതുമാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്കും ഷെയറും കമൻറ്റും ചെയ്യണം. നമ്മുടെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നല്ല തിരക്ക് വന്നു തുടങ്ങി. വഴിയോര കച്ചവടം പൊടി പൊടിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്.